എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ഐശ്വര്യം നൽകുന്ന വൈശാഖ മാസത്തെപ്പറ്റി സംസാരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 28 മുതൽ ഉള്ള ആ ഒരു 30 ദിവസങ്ങൾ ഈ പുണ്യദിനങ്ങളാണ് വരുന്നത്. ഈ ഒരു ദിവസങ്ങളിൽ വ്രതത്തോടെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് നെയ്വിളക്ക് തെളിച്ച് പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചാൽ മുജ്ജന്മ പാപങ്ങൾ പോലും അകലും എന്നുള്ളതാണ് വിശേഷമായിട്ട് അറിയേണ്ടത്. 1-ാം തീയതി മുതലുള്ള എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. ശിരസിൽ തുളസി ധരിക്കുക. രാവിലെ കുളി കഴിഞ്ഞാൽ തുളസിക്ക് വെള്ളം തളിച്ച് തുളസിത്തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കണം. തുളസിത്തറ വീട്ടിലുള്ളവർ 2 നേരവും വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തണം. രാവിലെ ഓം നമോ നാരായണ എന്ന് 108 പ്രാവശ്യം ജപിക്കണം. വൈകിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും 108 പ്രാവശ്യം ജപിക്കണം. വൈശാഖ മാസം മുഴുവനും ഇങ്ങനെ ആചരിക്കുന്നതോടൊപ്പം ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. വൈശാഖത്തിലെ 29 ദിവസവും രാവിലെയോ വൈകിട്ടോ 1 നേരം നിർബന്ധമായും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ വൈശാഖം ആചരിക്കുന്നവൻ്റെ മുജ്ജന്മ പാപങ്ങൾ പോലും മാറുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇഷ്ടസിദ്ധിക്കും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഐശ്വര്യദായകമാണ്. അതായത് മാധവ മന്ത്രം എന്നുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ മാധവായ മധുപ്രിയായ മധുസൂദനായ ശ്രീം നമ എന്ന മന്ത്രം 336 വീതം 2 നേരം 12 ദിവസം ജപിക്കുന്നത് തടസ്സം മാറി ഇഷ്ടസിദ്ധി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. വ്യാഴാഴ്ച ദിവസം ജപം തുടങ്ങാൻ നല്ലതുമാണ്. പിന്നെ ശ്രീകൃഷ്ണ മന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം 2 നേരവും 108 വീതം 18 ദിവസം കുറയാതെ ജപിക്കുക. ചിട്ടകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. തടസ്സം മാറി വിവാഹസിദ്ധി ഉണ്ടാകുവാൻ ഏറ്റവും ഗുണകരമാണത് ഈ ഒരു മന്ത്രം. 7-ാം ഭാവാധിപൻ ജാതകത്തിൽ 7-ാം ഭാവാധിപൻ ബുധനാവുകയോ ബുധക്ഷേത്രങ്ങളായ മിഥുനവും കന്നിയുമൊക്കെ ആവുന്നവർക്ക് ഈ ഒരു മന്ത്രം വിവാഹസിദ്ധിക്ക് ഏറ്റവും പ്രാപ്തമാണ്. പിന്നെ തൊഴിൽ വിജയത്തിനും നരസിംഹ മന്ത്രമാണ് നല്ലത്. ഇതൊക്കെ ഒരു മന്ത്രോപദേശം സ്വീകരിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ്. ഈ ഒരു വൈശാഖ മാസം മന്ത്രോപദേശം സ്വീകരിക്കുന്നതിനും ഉപാസന തുടങ്ങുന്നതിനും വളരെ ഗുണകരമാണ്. യോഗ്യനായ ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് ജപിക്കുന്ന മന്ത്രം വേഗം ഫലം നൽകുകയും ചെയ്യും. പുണ്യമായ ഈ കാലത്ത് ജപിക്കുന്ന മന്ത്രം വേഗം സിദ്ധമാകും എന്നുള്ളൊരു സവിശേഷതയുമുണ്ട്. ഈ പാപശാന്തിക്ക് വൈശാഖ മാസം ഏറ്റവും നല്ലതാണ്. പിന്നെ ലക്ഷ്മി മന്ത്രമുണ്ട് ധനസമൃദ്ധിക്ക്. ഇതൊക്കെ കടബാധ്യതകൾ മാറി ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും. മന്ത്രോപദേശം അനിവാര്യമായതിനാൽ ഇവിടെ അത് പറയുന്നില്ല. അത് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതാവും. പിന്നെ പിതൃപ്രീതിക്കും വളരെ ഗുണകരമാണ് വൈശാഖകാലത്തെ പ്രാർത്ഥനകൾ. ഓം നമോ നാരായണായ പിതൃവംശകരായ കേശവായ നമ എന്ന മന്ത്രം 68 വീതം 2 നേരം ജപിക്കുക. 28 ദിവസത്തെ ജപം പിതൃപ്രീതി നൽകും. ബലികർമ്മം തുടങ്ങി ശാപദോഷം ഏറ്റുവരുന്നവർക്ക് പോലും പിതൃപ്രീതി ലഭിക്കുമെന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനിയും മന്ത്രസിദ്ധിയോടുകൂടി ജപിക്കേണ്ട ഐശ്വര്യദായകമായ മന്ത്രങ്ങൾ വേറെയും ഉണ്ട്. അതെല്ലാം ഇവിടെ എഴുതി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുണ്ടരീകാക്ഷ മന്ത്രമുണ്ട് മനഃശാന്തിക്ക്. സൗഭാഗ്യഹോമം ഭാഗ്യസിദ്ധി വരുത്തുവാൻ ഏറ്റവും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇഷ്ടസിദ്ധിക്ക് ഗായത്രി പൂജ ചെയ്യാം. വേദവർണ്ണിതമായ ഗായത്രി മന്ത്രം ഉപയോഗിച്ച് പൂജ നടത്തുന്ന ഗായത്രി പൂജ ഇഷ്ടസിദ്ധിക്ക് ഗുണകരമാണ്. പവിത്രമായ ഈ കർമ്മത്തിനും വൈശാഖം ഏറ്റവും ഉത്തമമാണ്. ദൃഷ്ടിദോഷം, ശത്രുദോഷം എന്നിവ മാറുന്നതിനും തടസ്സം മാറുന്നതിനും ഗായത്രി പൂജ ഉത്തമമാണെന്നറിയണം. പിന്നെ ശ്രീധര മന്ത്രമുണ്ട്. കലാമികവിനാണ്. കലാരംഗത്ത് വിജയിക്കാനും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാനുമൊക്കെ ഈ ശ്രീധര മന്ത്രം ഉപകരിക്കും. പിന്നെ ശ്രീസൂക്ത ഹോമമുണ്ട് ധനലബ്ധിക്ക്. ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ടുവേണം ഈ ഹോമം ചെയ്യിപ്പിക്കുവാൻ. ഏപ്രിൽ 28 മുതൽ മെയ് 26 വരെയുള്ള ഈ വൈശാഖ മാസത്തിലെ 29 ദിവസത്തിൽ മെയ് 12 2025 മെയ് 12 തിങ്കളാഴ്ച വെളുത്തവാവാണ്. ഈ ഒരു ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. രാത്രി 10:25 വരെയുള്ള ആ ഒരു വാവ് വെളുത്ത വാവ്
ചോതിയാണ് രാവിലെ 6:19 വരെയും പിന്നീട് വിശാഖവുമാണ്. അപ്പോൾ അന്ന് രാവിലെ 4:30 മുതൽ 10:30 വരെയുള്ള സമയം വേലിയേറ്റ സമയവുമാണ്. ഇക്കാലം മാന്ത്രിക, താന്ത്രിക, കുണ്ടലി ദീക്ഷകൾക്കും യജ്ഞകർമ്മങ്ങൾക്കും കൊള്ളാം. കർമ്മോപദേശം, ധർമ്മോപദേശം, ജ്ഞാനോപദേശം എന്നിവയ്ക്കും ക്രിയാവതി ദീക്ഷ, വർണ്ണമയി ദീക്ഷ, കലാവതി ദീക്ഷ, സ്പർശദീക്ഷ, വാഗ്ദീക്ഷ, ദൃഗ്ദീക്ഷ, മാനസദീക്ഷ എന്നീ 7 വിധം ദീക്ഷകൾക്കും തീവ്രദീക്ഷ, വേദദീക്ഷ എന്നീ കടുത്ത ദീക്ഷകൾക്കും ശുഭമാണ്. ശിഷ്യൻ്റെ അവസ്ഥയ്ക്കും ശക്തിക്കും അനുസരിച്ച് വേണം ഏത് ദീക്ഷയാണ് നൽകേണ്ടത് എന്ന് ഗുരു തീരുമാനിക്കുവാൻ. മന്ത്രദീക്ഷയും അവയുടെ അനുഷ്ഠാനങ്ങളും ബാഹ്യമാണ്. ക്രിയാദീക്ഷയാണത്. ആന്തരദീക്ഷ ഏറ്റവും ശക്തവും സൂക്ഷ്മവുമാണ്. അത് കിട്ടിയ ഉടനെ തന്നെ ആത്മീയ ചക്രങ്ങളെല്ലാം ചലിച്ചു തുടങ്ങും. ഗുരുക്കളെല്ലാം, കുണ്ടലി സിദ്ധ ഗുരുക്കളെല്ലാം ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഈ മെയ് 12, 2025 എന്ന ആ ഒരു ദിവസത്തിലെ, വൈശാഖ മാസത്തിലെ ഈ ഒരു ദിവസം. ഇത് അങ്ങനെ ഗുരുനാഥന്മാരിൽ നിന്നും ദീക്ഷ സ്വീകരിക്കാൻ പറ്റിയ ദിവസമാണ്. താന്ത്രിക ആചാര്യന്മാരെല്ലാം താന്ത്രികോപദേശം വേണമെന്നുള്ളവർ ഗുരുക്കന്മാരെ സമീപിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ദിവസം കൂടിയാണിത്. ഗുരുക്കന്മാർ ഇങ്ങനെ ഒരു ദീക്ഷ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനമായിട്ടും അറിയേണ്ടത്, ദോഷങ്ങളൊക്കെ അകലുവാനായിട്ട് ഈ കലികാലത്തിൽ ദാനമാണ്. ദാനം ചെയ്യുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാനാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഈ വൈശാഖ മാസം ദാനപ്രധാനമാണ്. ഈ കാലത്ത് ചെയ്യുന്ന ദാനം 10 മടങ്ങ് കൂടുതൽ പുണ്യം നൽകുമത്രേ. ഉപാസകനായ ഒരു വ്യക്തിക്കാണ് ദാനം നൽകേണ്ടത്. വസ്ത്രദാനം ചെയ്യുകയാണെങ്കിൽ രോഗശാന്തിയും കലഹശാന്തിയുമൊക്കെ ഉണ്ടാവും. പിന്നെ സ്വർണ്ണമാണ് ദാനം ചെയ്യുന്നതെങ്കിൽ ഗുരുശാപം, സ്ത്രീശാപം എന്നിവയുള്ളവർക്ക് അത് ആ ഒരു ശാപം മാറുവാനായിട്ട് ഉപകരിക്കും. പിന്നെ കടബാധ്യത മാറാനും ധനസമൃദ്ധി ഉണ്ടാകാനുമൊക്കെ ധാന്യദാനമാണ് നടത്തേണ്ടത്. പിന്നെ ഈ ശത്രുദോഷമുള്ളവർ രക്തചന്ദനം ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. ഇഷ്ടവിവാഹ തടസ്സം മാറാനായിട്ട്, വിവാഹം നടക്കാത്തവർക്ക് തടസ്സം മാറുവാനുമൊക്കെ ആയിട്ട് ഫലവർഗ്ഗങ്ങൾ ദാനം ചെയ്യുന്നത് ഈ ഒരു വൈശാഖ മാസത്തിൽ നന്നായിരിക്കും. പിന്നെ വിദ്യാഗുണവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമൊക്കെ വർദ്ധിക്കുവാൻ നെയ്യ് ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. പിതൃപ്രീതിയും ശത്രുദോഷ ശാന്തിയും തൊഴിൽപരമായ വിജയവുമൊക്കെ വരുന്നതിന് പശുദാനം നന്നായിരിക്കും. രാവിലെ കുളിച്ച് പ്രാർത്ഥനകൾക്ക് ശേഷം വേണം ദാനം നിർവഹിക്കാൻ. നെയ്വിളക്ക് കൊളുത്തി വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് യഥാശക്തി ദാനം ചെയ്യുക. ഓം നമോ നാരായണായ കേശവായ പരബ്രഹ്മസ്വരൂപിണേ ശ്രീം ലക്ഷ്മിപ്രിയായ ദിവ്യായ ശോഭനായ ക്ലിം ശ്രീം പാപശാന്തികരായ നമോ നമ എന്ന മന്ത്രം ജപിച്ചാണ് ദാനം ചെയ്യേണ്ടത്. സ്വസ്തിക പത്മത്തിൽ വിഷ്ണു ഭഗവാനെ ലക്ഷ്മി സമേതനായി സങ്കല്പിച്ച് പൂജിച്ച് പൂജാവസാനം ദാനം ചെയ്യുക. ഒരാൾക്ക് മാത്രമായോ 3, 5, 7, 9, 12 വ്യക്തികൾക്കോ ദാനം ചെയ്യാം. പശുദാനത്തിന് ജീവനുള്ള പശുവിനെ തന്നെ നൽകുന്നതാണ് പണ്ട് പതിവ്. എന്നാൽ സാമ്പത്തികപരമായിട്ട് ഇത് പ്രായോഗികമല്ലാത്തതിനാൽ സ്വർണം കൊണ്ടുള്ള പശുരൂപമൊക്കെ ദാനം ചെയ്താലും മതി. പിന്നെ ഇത് ഇന്നത്തെ കാലത്ത് അതും പ്രായോഗികമല്ലാത്തതിനാൽ പശുദാനമെന്ന് സങ്കല്പിച്ച് ഒരു തുക ഏൽപ്പിച്ചാലും മതിയാകും. പിന്നെ ഈ ഒരു ദിവസങ്ങൾ, ഈ വൈശാഖ മാസം തീർത്ഥാടനത്തിനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ഈ ഉത്തരായന കാലം നമുക്കറിയാമല്ലോ, എല്ലായിടത്തും ഉത്സവകാലമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളും തീർത്ഥഘട്ടങ്ങളും പുണ്യസ്ഥലങ്ങളും ദർശിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ വൈശാഖകാലമാണ്. ഈ സമയത്ത് ചെയ്യുന്ന സത്കർമ്മങ്ങൾ വേഗം ഫലിക്കുന്നു എന്നുള്ളതുകൊണ്ട് തീർത്ഥാടനം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വിനിയോഗിക്കാം. പിന്നെ അശ്വത്ഥ പ്രദർശനം ചെയ്യുന്നത് പാപശാന്തിപ്രദമാണ് എന്നറിയുക. അരയാലിന് വ്യാഴാഴ്ച തുടങ്ങി 11 ദിവസം രാവിലെ 7 പ്രദർശനം ചെയ്യുക. രാവിലെ കുളിച്ച് ഈറനോടെയോ ശുഭവസ്ത്രം ധരിച്ചോ വേണം പ്രദർശനം ചെയ്യാൻ. ഓം ശ്രീ വിഷ്ണുവേ മധ്യമാകാരരൂപിണേ ചൈതന്യരൂപായ ശ്രീം 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 വിശ്വരാജായ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടാണ് പ്രദർശനം വയ്ക്കേണ്ടത്. പാപശാന്തിക്കും ഭാഗ്യസിദ്ധിക്കും ഇഷ്ടസിദ്ധിക്കും ഈ കർമ്മം വളരെ പ്രയോജനപ്പെടും. 11 ദിവസവും മത്സ്യമാംസാദി ഉപേക്ഷിച്ച് വ്രതം പാലിക്കുന്നത് നന്നായിരിക്കും.
ഇതൊക്കെ പാപശാന്തിപ്രദമാണ് എന്നാണ് അറിയേണ്ടത്. വൈശാഖ മാസം ആരംഭത്തോടു കൂടി തന്നെ ഏപ്രിൽ 30-ന് അക്ഷയതൃതീയ വരുന്നുണ്ട്. ഈ അക്ഷയതൃതീയ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഈ ദിവസം വ്രതമെടുത്ത് വിഷ്ണു സഹസ്രനാമം മുതലായ ജപങ്ങളൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടും ഐശ്വര്യപ്രദമാണ്. ഈ അക്ഷയതൃതീയയെ പറ്റി ഒരു വീഡിയോ വിശദമായി തന്നെ ഞാൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അത് ശ്രവിക്കുമല്ലോ. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.